റബീഉൽ അവ്വൽ വരുന്ന സമയത്ത് റബീഉൽ അവ്വലിന്റെ ജാഥ ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിലൂടെ എങ്ങനെ വരും? ഏത് മദ്രസയിലെ ജാഥ വന്നാലും സ്വീകരണം കൊടുക്കണം. ആ മനസ്സ് അല്ലാഹു നൽകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. അത് മറ്റേ മദ്രസ, ഇത് ഈ മദ്രസ, അത് മറ്റേ, അങ്ങനെയൊന്നും മിണ്ടിപ്പോകരുത്. ഹബീബിന്റെ മൗലിദ് ചൊല്ലി ഹബീബിന്റെ ജാഥ അങ്ങനെ വരുന്നത് കണ്ടാൽ അത് ആര് നടത്തിയാലും ഹബീബിന്റെ ജാഥയാണത്. ആ ജാഥ സ്വീകരിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് നമ്മൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത്. ഒറ്റ പാർട്ടിയുള്ള ലോകത്ത് ജയ്ഷെ മുഹമ്മദ്, അത് മറ്റേ അവിടെ അതിർത്തിയിലെ ജയ്ഷെ മുഹമ്മദ് അല്ലത്, ഇത് ജയ്ഷെ മുഹമ്മദ്. അല്ലാഹു തആല ജയ്ഷെ മുഹമ്മദിൽ ആ ജയ്ഷെ മുഹമ്മദ് അല്ലട്ടോ, ആ പേരിട്ട് ഭീകരവാദ സംഘടന ഉണ്ട്. അതല്ല ഈ ജയ്ഷെ മുഹമ്മദ് പറഞ്ഞാൽ ഒരു കുഞ്ഞിനെ പോലും, ഒരു മണ്ണിനെ പോലും ചവിട്ടി നോവിക്കാൻ കഴിയാത്ത ജയ്ഷെ മുഹമ്മദ് ഉണ്ട്. ഒരു പുല്ലിനെ പോലും ചവിട്ടിയിട്ട് വേദനിപ്പിക്കാൻ കഴിയാത്ത ജയ്ഷെ മുഹമ്മദ് ഉണ്ട്. അല്ലാഹു തആല അതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ നിരത്തിൽ നമുക്ക് മാറണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹബീബിന്റെ ജാഥ നിങ്ങളുടെ വീടിന്റെ മുമ്പ് കൂടെ പോകുമ്പോ ഒരു പിന്നെ മിഠായിയോ കയ്യുമെങ്കിൽ 500 ആളുണ്ടെങ്കിൽ 500 രൂപ 500 മിഠായി കൊടുക്കുക. പായസം കൊടുക്കാൻ പറ്റുമെങ്കിൽ 10 രൂപ 5000 പായസം കൊടുക്കുക. എന്ത് കൊടുത്താൽ 2 മദ്രസ ഉണ്ടെങ്കിൽ 2 മദ്രസക്കും പായസം കൊടുക്കുക. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ആ റാലി വരുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ഈ പാക്കറ്റിൽ നേരത്തെ മുൻകൂട്ടി തയ്യാറാക്കുന്ന ജ്യൂസുകൾ, അങ്ങനെയുള്ള ബേക്കറി ഐറ്റംസ്, അതേപോലെ ബിസ്ക്കറ്റ് ഐറ്റംസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഐസ്ക്രീമുകൾ, ഇതൊരിക്കലും കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. ഇവിടെ ഡോക്ടർ ജാബിർ, അദ്ദേഹം കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറാണ്. അദ്ദേഹം എപ്പോഴും പറയാറുണ്ട്, ഈ റബീഉൽ അവ്വലിന്റെ ആ ഒരു 12ന്റെ ആ ഒരു കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹം അടക്കമുള്ള എത്രയോ ഡോക്ടർമാരെടുത്തിട്ട് വയറിളക്കമായിട്ട് നമ്മുടെ കുട്ടികൾ കുറേ വരും. എന്റെ വേറെ സുഹൃത്തും ഡോക്ടർ നവാസ്, അദ്ദേഹമൊക്കെ പറയാറുണ്ട്, അവരടുത്തൊക്കെ ഇഷ്ടം പോലെ കുട്ടികൾ റബീഉൽ അവ്വൽ കഴിഞ്ഞ പിന്നെ വയറിളക്കം ഭയങ്കര പ്രശ്നങ്ങളാണ്. കാരണം എന്താ, ഈ റെഡിമെയ്ഡ് ആയിട്ട് കുറെ സാധനങ്ങൾ കടയിൽ നിന്ന് കഴിച്ചത് അത് ഇങ്ങനെ വാങ്ങിയിട്ട് അത് കൊടുക്കരുത്. അതിന് പകരം നേച്ചുറലായിട്ട് ജ്യൂസ് കൊടുക്കാം, നമ്മൾ ഉണ്ടാക്കിയിട്ട് ജ്യൂസ് കൊടുക്കാം. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള വിഭവങ്ങൾ കൊടുക്കുക. കുട്ടികൾ അതിന്റെ പേരിൽ ഇടങ്ങേറാക്കരുത്. ഐസ്ക്രീം, അതുപോലെ തന്നെ അങ്ങനെ നേരത്തെ പാക്കറ്റ് ആക്കി വെച്ചിട്ടുള്ള ജ്യൂസുകൾ, ബിസ്ക്കറ്റ് ഐറ്റംസ്, ഒരു വീട്ടിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുന്ന സാധനം ബിസ്ക്കറ്റ് എന്ന സാധനം. യഥാർത്ഥത്തിൽ അത് പഠിച്ചാൽ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ നല്ല ജ്യൂസൊക്കെ ഉണ്ടാക്കി കൊടുത്ത്, അതുപോലെ നല്ല വിഭവങ്ങൾ, നല്ല ആരോഗ്യകരമായ കാര്യങ്ങളൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ ഹബീബിന്റെ ജാഥ ഇങ്ങനെ വരുന്ന സമയത്ത് മുത്തറസൂലിന്റെ ജാഥ വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ ഒരു സന്തോഷത്തിൽ അതിനെ വരവേറ്റെങ്കിൽ നോക്കി ഭയങ്കര, ഞാൻ റബീബിന്റെ യാത്ര കണ്ട ജാഥ കണ്ട അപ്പൊ കരയും. ഇവിടെ കണ്ടാലും കരയും. അത് മഹബത്തിലുള്ളതുകൊണ്ടൊന്നുമല്ല, ഇങ്ങനെ ഒരു കരച്ചിൽ വരുന്നതുകൊണ്ട് കരയുന്നു, അത്രേ ഉള്ളൂ. അല്ലാഹു തആല മഹബത്തിന്റെ കരച്ചിൽ കരയാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ.